സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ പരക്കെ മഴ തുടരുമെന്ന മുന്നറിയിപ്പ്. കനത്ത കാറ്റിലും മഴയിലും ചെറുതുരുത്തി മേഖലയിൽ വ്യാപക നാശനഷ്ടം. കാർളം ചെമ്മണ്ടയിൽ ശുചിമുറിയുടെ ചുമരിടിഞ്ഞു വീണ് യുവാവ് മരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്കിലേക്ക്. വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്ന ബസ് ഉടമകൾ. ചാവക്കാട് മഴിക്കോടും മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ലംഘിച്ച യാനങ്ങൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടികൂടി പിഴ ഈടാക്കി. പരിശോധന കർശനമാക്കുമെന്ന് അധികൃതർ. തൃശൂർ കുന്നംകുളം റൂട്ടിൽ പുഴയ്ക്കലിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് തുടരുന്നു. ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്ന ആവശ്യം. കേരള കാർഷിക സർവകലാശാലയിലെ 5000-ഓളം വരുന്ന പെൻഷനേഴ്സിന് 4 വർഷത്തെ കുടിശ്ശിക നൽകാനുണ്ടെന്ന പരാതി. തുക സർക്കാർ വകമാറ്റി ചെലവഴിച്ചതായി ആക്ഷേപം. മന്ത്രവാദത്തിന്റെ മറവിൽ യുവതിയെ ബോധം കെടുത്തി പീഡിപ്പിച്ച സംഭവത്തിൽ അറബിക് ജ്യോതിഷി അറസ്റ്റിൽ. എഴുത്താണിയിൽ താമസിക്കുന്ന ഒറ്റപ്പാലം സ്വദേശി പാലയ്ക്കപ്പറമ്പിൽ യൂസഫ് അലിയെയാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ പരക്കെ മഴ തുടരുമെന്ന മുന്നറിയിപ്പ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 50 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റ് വീശുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. കനത്ത കാറ്റിലും മഴയിലും ചെറുതുരുത്തി മേഖലയിൽ വ്യാപക നാശനഷ്ടം. വളത്തോൾ നഗർ, പാഞ്ഞാൾ, മുള്ളൂർക്കര എന്നീ 3 പഞ്ചായത്തുകളിലായി വൈദ്യുതി ലൈനുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണ് വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. കലാമണ്ഡലം ഗസ്റ്റ് ഹൌസിന് സമീപം വലിയ മരം കടപുഴകി വീണ് ഗസ്റ്റ് ഹൌസിന് കേടുപാടുകൾ സംഭവിച്ചു. വളത്തോൾ നഗർ ശുപ്പുകുട്ടി മേനോൻ കനാൽ റോഡിലെ 2 മരങ്ങൾ കടപുഴകി വീണ് മേഖലയിലെ വൈദ്യുതി ബന്ധം തകരാറിലായി. പൈങ്കുളത്തും മുള്ളൂർക്കര മണ്ഡലം കുന്നിലും നെടുമ്പര കനാൽ റോഡിലും മരങ്ങൾ വീണ് വൈദ്യുതി തടസ്സമുണ്ടായി. ഷൊർണൂർ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചെറുതുരുത്തി KSEB ഓഫീസർ മാഹിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും ചേർന്ന് മരങ്ങൾ മുറിച്ചുമാറ്റി. കാർളം ചെമ്മണ്ടയിൽ ശുചിമുറിയുടെ ചുമരിടിഞ്ഞു വീണ് യുവാവ് മരിച്ചു. കാർളം ചെമ്മണ്ട ബാലവാടിക്ക് സമീപം ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം. നെടുമ്പള്ളി വീട്ടിൽ ബൈജുവാണ് മരിച്ചത്. വീടിന് പുറത്തുള്ള ഓടിട്ട ശുചിമുറിയിൽ കുളിക്കാൻ കയറിയതായിരുന്നു ബൈജു. കനത്ത കാറ്റിലും മഴയിലും ശുചിമുറി തകർന്ന് ബൈജുവിന്റെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. അടുത്ത വീട്ടിൽ ജോലി ചെയ്തിരുന്നവർ ശബ്ദം കേട്ടെത്തിയപ്പോഴാണ് അപകടം നടന്നത് അറിയുന്നത്. ഉടൻ തന്നെ ഇരിങ്ങാലക്കുട ഫയർഫോഴ്സിൽ വിവരമറിയിച്ചു. ഇവർ സ്ഥലത്തെത്തി ശുചിമുറിയുടെ ചുവരുകൾ നീക്കി ബൈജുവിനെ പുറത്തെടുത്ത് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എളവള്ളി കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിൽ വീണ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കടവല്ലൂർ റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന ഞാറേപ്പറമ്പിൽ കൊണ്ടരാം വളപ്പിൽ 48 വയസ്സുള്ള സത്യന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കാണാതായ സ്ഥലത്ത് നിന്ന് 1.5 കിലോമീറ്റർ മാറി കാക്കശ്ശേരി വിദ്യാവിഹാർ സെന്റർ സ്കൂളിന് പുറകുവശത്ത് തോട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ തോട്ടിൽ വീണ നാളികേരം എടുക്കുന്നതിനിടെയാണ് കാൽവഴുതി സത്യൻ തോട്ടിലേക്ക് വീണത്. കാലിന്റെ അടിഭാഗം മുകളിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിലാണ് ആദ്യം കണ്ടത്. കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിലെ ശക്തമായ അടിയൊഴുക്കും കുളവാഴിയും ചണ്ടിയും മുളങ്കൂട്ടങ്ങളും തോട്ടിൽ നിറയെ ഉണ്ടായിരുന്നതിനാൽ തിരച്ചിൽ ദുഷ്കരമായിരുന്നു. പാവറട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, വാർഡ് മെമ്പർ MB ജയ, TC മോഹനൻ തുടങ്ങിയ ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്കിലേക്ക്. വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് പരിഷ്കരിക്കണമെന്നാണ് പ്രധാന ആവശ്യം. ബസ് പണിമുടക്ക് തീയതി വ്യാഴാഴ്ച തൃശൂരിൽ ചേരുന്ന ബസ് ഉടമ സംഘടനകളുടെ സംയുക്ത യോഗത്തിൽ പ്രഖ്യാപിക്കും. സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകുക, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള നിർബന്ധിത നിയമങ്ങൾ ഒഴിവാക്കുക, GPS, സ്പീഡ് ഗവർണർ, ക്യാമറ തുടങ്ങിയ നിർബന്ധമാക്കുന്ന നടപടികളിൽ നിന്ന് പിന്മാറുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ചാവക്കാട് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ലംഘിച്ച കാരിയർ വള്ളം ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്തു. മലപ്പുറം കുട്ടായിമംഗലം സ്വദേശി അലിമോൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള മത്സ്യബന്ധന യാനമാണ് പിടിച്ചെടുത്തത്. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ C. സീമയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് യാനം പിടിച്ചെടുത്തത്. തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ സ്വീകരിച്ച് 60,000 രൂപ പിഴ ഈടാക്കി. വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും പ്രത്യേക സംഘത്തിന്റെ പരിശോധന ഉണ്ടായിരിക്കുമെന്ന് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു. അഴീക്കോട് നിയമവിരുദ്ധമായി മത്സ്യബന്ധനം നടത്തിയ ഫൈബർ വള്ളം ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി.
തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശി ഡേവിസിന്റെ ഉടമസ്ഥതയിലുള്ള ദീപം എന്ന മത്സ്യബന്ധന വള്ളമാണ് പിടിയിലായത്. എന്നാൽ നിയമാനുസൃതമായാണ് മത്സ്യബന്ധനം നടത്തിയതെന്നും അഴീക്കോട് ഒഴികെയുള്ള ഹാർബറുകളിൽ ഇത്തരം മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമില്ലെന്നുമാണ് തൊഴിലാളികളുടെ വാദം. 20-ാം തീയതി ഇവിടെ ഹാർബറിൽ ഈ മീൻ കച്ചവടമായിരുന്നു. അത് ഒരു കുഴപ്പമില്ലായിരുന്നു. സർക്കാർ ഒരു ഉത്തരവാദിത്വം പറഞ്ഞിട്ടില്ല ഈ മീൻ പിടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ അറിയാതെ പോയി മീൻ പിടിച്ചിട്ട് വന്നിട്ട് ഇവിടെ ഹാർബറിൽ വിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ബോട്ട് നിരോധനം ഇതിനു വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മീൻ മൊത്തം ഈ മുനമ്പത്താണ് കനുഭവിക്കുന്നത്. കൊല്ലത്ത് കനുഭവിക്കില്ലയോ, വേപ്പൂർ കനുഭവിക്കില്ലയോ, അവിടെ നീണ്ടകര കനുഭവിക്കില്ല. അവിടേക്ക് മത്സ്യം പിടിക്കുന്നുണ്ടല്ലോ. അവിടെ മത്സ്യം പിടിച്ചാണല്ലോ മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്നത്. ഇവിടെ മാത്രം എന്താണ് ഇവർക്ക് ഈ നിയമം? കേരളത്തിൽ 2 റൂൾസാണ്. ഇത്രയും ഞങ്ങൾ സർക്കാരിൻ്റെ അടുത്ത് പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നു മത്സ്യത്തൊഴിലാളികൾ. വള്ളത്തിലെ മത്സ്യം ലേലം ചെയ്ത് 1.25 ലക്ഷം രൂപ പിഴ അടപ്പിച്ചു. ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാരായ VN പ്രശാന്തകുമാർ, VM ഷൈബു എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. 2025 വർഷത്തെ ട്രോളിംഗ് ബാൻ ഇപ്പോൾ ജൂൺ 9 മുതൽ ജൂലൈ 31 വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് അടിത്തട്ടിലെ മത്സ്യബന്ധന രീതികളെല്ലാം തന്നെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ആഴക്കടലിൽ നിന്നും അടിത്തട്ടിൽ നിന്ന് കാണപ്പെടുന്ന മത്സ്യങ്ങളായ കിളിമീൻ, അരണമീൻ എന്നിവയെ പിടിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഇതിൽ നിന്ന് എല്ലാ മത്സ്യത്തൊഴിലാളികളും വിട്ടുനിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. തൃശൂർ കുന്നംകുളം റൂട്ടിൽ പുഴയ്ക്കലിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് തുടരുന്നു. ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്ന ആവശ്യം. പുഴയ്ക്കലിൽ ഒരു വരി ഗതാഗതം ഏർപ്പെടുത്തിയാണ് കുരുക്ക് രൂക്ഷമാക്കാൻ കാരണം. പുഴയ്ക്കലിൽ പാലം കടക്കാൻ വാഹനങ്ങൾ 1 മണിക്കൂർ വരെ സമയമെടുക്കുന്നുണ്ട്. പുഴയ്ക്കൽ പാലത്തിൽ തുടങ്ങുന്ന കുരുക്ക് ലുലു കൺവെൻഷൻ സെന്റർ വരെ നീളുന്നുണ്ട്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുരുക്കിൽപ്പെടുന്നതും പതിവ് കാഴ്ചയാണ്. കാർഷിക സർവകലാശാലയിലെ 5000-ഓളം വരുന്ന പെൻഷൻകാർ കഴിഞ്ഞ 4 വർഷമായി കുടിശ്ശിക ഉൾപ്പെടെ 110 കോടിയോളം രൂപയുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണെന്ന് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് ഫോറം ഭാരവാഹികൾ അറിയിച്ചു. സംഘടനകളുമായ ഒരു ചർച്ചയ്ക്ക് പോലും സർവകലാശാല ഇതുവരെ തയ്യാറായിട്ടില്ല. ജനറൽ കൌൺസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാതെ വൈസ് ചാൻസലർ തള്ളുകയാണ് ചെയ്തതെന്നും ഇവർ ആരോപിക്കുന്നു. മുഖ്യമന്ത്രിക്കും ഭരണസമിതി അംഗമായ മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനങ്ങൾ നൽകിയെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. കാലാകാലങ്ങളിൽ സർക്കാർ അനുവദിച്ച തുക വകമാറ്റി ചിലവഴിച്ചതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയതെന്നും ഇവർ ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ഡോക്ടർ രഞ്ജൻ S. കരിപ്പായി, സെക്രട്ടറി VS സതീശീലൻ, ട്രഷറർ PM രമേശ് ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. മന്ത്രവാദത്തിന്റെ മറവിൽ യുവതിയെ ബോധം കെടുത്തി പീഡിപ്പിച്ച സംഭവത്തിൽ അറബിക് ജ്യോതിഷിയെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാറളം എഴുത്താണിയിൽ താമസിക്കുന്ന ഒറ്റപ്പാലം സ്വദേശി പാലക്കേപ്പറമ്പിൽ യൂസഫ് അലിയാണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ അന്തിക്കാട് പോലീസ് പരിധിയിൽ സമാനമായ 2 കേസുകൾ നിലവിലുണ്ട്. പഴുവിലിൽ അറബിക് ജ്യോതിഷം നടത്തിയിരുന്ന ഇയാൾ പൂജയ്ക്കിടെ ബോധരഹിതയാക്കിയ ശേഷം പീഡിപ്പിച്ചു എന്നായിരുന്നു കേസ്. ദോഷം മാറ്റാനുള്ള പൂജയുടെ മറവിലായിരുന്നു പീഡനം. പന്നിത്തടം സെന്ററിൽ വീണ്ടും വാഹനാപകടം. ലോറികൾ കൂട്ടിയിടിച്ച് മറിഞ്ഞ ഒരാൾക്ക് പരിക്കേറ്റു. ഒരാഴ്ചയ്ക്കുള്ളിൽ 6ാമത്തെ അപകടമാണിത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. തമിഴ്നാട്ടിൽ നിന്നും മത്സ്യം കയറ്റി കുന്നംകുളം ഭാഗത്തേക്ക് പോയിരുന്ന മിനി കണ്ടെയ്നർ ലോറിയും അക്കിക്കാവ് ഭാഗത്ത് നിന്ന് വാഴക്കുലകൾ കയറ്റി വന്നിരുന്ന ടിപ്പർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ കണ്ടെയ്നർ ലോറി നടുറോഡിൽ മറിയുകയായിരുന്നു. ഡ്രൈവർക്ക് പരിക്കേറ്റു. പോലീസ് സ്ഥലത്തെത്തി ക്രെയിൻ ഉപയോഗിച്ച് ലോറികൾ എടുത്തുമാറ്റി. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായതോടെയാണ് അപകടങ്ങൾ നിത്യസംഭവമായി മാറിയത്. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും കുന്നംകുളം വടക്കാഞ്ചേരി റോഡും സംഗമിക്കുന്ന പന്നിത്തടം സെന്റർ വീതി കൂട്ടി വികസിപ്പിച്ചിട്ടുണ്ട്. അമിത വേഗത്തിൽ അശ്രദ്ധയോടെ വാഹനങ്ങൾ സെന്ററിലേക്ക് പ്രവേശിക്കുന്നതാണ് അപകടത്തിന് കാരണമാകുന്നത്. കഴിഞ്ഞ ദിവസം 2 കാറുകളും ബൈക്കും കൂട്ടിയിടിച്ചിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ 6ാമത്തെ അപകടമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. റോഡിൽ താൽക്കാലികമായി സ്പീഡ് ബ്രേക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചാൽ മാത്രമേ അപകടത്തിന് പരിഹാരമാവുകയുള്ളൂവെന്ന് നാട്ടുകാർ പറയുന്നു. സോളാർ സിഗ്നൽ സ്ഥാപിക്കുന്നതിന് AC മൊയ്തീൻ MLA ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, എരുമപ്പെട്ടി.
തുടർച്ചയായ അപകടങ്ങൾ സംഭവിക്കുന്ന പന്നിത്തടം സെന്ററിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി റോഡ് ഉപരോധിച്ചു. സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കണമെന്നും വേഗത നിയന്ത്രണത്തിന് ബാരിക്കേഡുകൾ സ്ഥാപിക്കണമെന്നും കാൽനട യാത്രികർക്കായി സീബ്ര ലൈനുകൾ വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പ്രവർത്തകരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, UDF മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്ത്, സലാം വലിയകത്ത്, റഫീഖ് ഐനിക്കുന്നത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർച്ചയായ അപകടങ്ങൾ സംഭവിക്കുന്ന പന്നിത്തടം സെന്ററിൽ സോളാർ പവേഡ് ഓട്ടോമാറ്റിക് സിഗ്നൽ ലൈറ്റ് സംവിധാനം സ്ഥാപിക്കുന്നതിന് നടപടിയായി. AC മൊയ്തീൻ MLAയുടെ ഇടപെടലിന്റെ ഭാഗമായാണ് നടപടി. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡും കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന ഹൈവേയും സംഗമിക്കുന്ന സെന്ററാണ് പന്നിത്തടം. ആധുനിക രീതിയിലുള്ള ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയായി റോഡിന്റെ സൗകര്യം വർദ്ധിച്ചതിനാൽ ഇതിലൂടെയുള്ള വാഹനങ്ങളുടെ സഞ്ചാരവും കൂടി. സെന്ററിനെക്കുറിച്ച് അറിയാതെയുള്ള അമിതവേഗം നിരന്തരം അപകടങ്ങൾക്കിടയാക്കുന്നു. ഇതേ തുടർന്നാണ് MLA ഇടപെട്ട് സിഗ്നൽ സംവിധാനം ഒരുക്കുന്നത്. 19,39,854 രൂപയ്ക്കാണ് സിഗ്നൽ സ്ഥാപിക്കുന്നതിന് കിഫ്ബി കെൽട്രോണിന് അനുമതി നൽകിയിട്ടുള്ളത്. ഇതോടൊപ്പം അക്കിക്കാവ് ജംഗ്ഷനിലെ സിഗ്നൽ സംവിധാനവും മാറ്റി സ്ഥാപിക്കും. കേരളത്തിലെ തന്നെ മികച്ച കിഫ്ബി റോഡുകളിൽ ഒന്നായി ഇടം പിടിച്ചിരിക്കുകയാണ് അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ്. AC മൊയ്തീൻ മന്ത്രിയായിരിക്കെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം ആരംഭിച്ചത്. 46 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. 9.2 കിലോമീറ്റർ നീളത്തിൽ 12 മീറ്റർ വീതിയിൽ സ്ഥലം ഏറ്റെടുത്താണ് റോഡിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. കൊടുങ്ങല്ലൂരിൽ ലോട്ടറി വിൽപ്പനക്കാരനായ വയോധികനെ കബളിപ്പിച്ച് പണവും ലോട്ടറി ടിക്കറ്റും കവർന്നു. ലോകമല്ലേശ്വരം അറക്കത്താഴം ഐനിക്കപ്പറമ്പിൽ ഷൺമുഖനാണ് കബളിപ്പിക്കപ്പെട്ടത്. ചന്തപ്പുരയിൽ ആക്സിസ് ബാങ്കിന് സമീപമായിരുന്നു സംഭവം. ബൈക്കിലെത്തിയ 3 യുവാക്കൾ ലോട്ടറി ടിക്കറ്റ് വാങ്ങാനെന്ന വ്യാജേന ഷൺമുഖനെ സമീപിക്കുകയായിരുന്നു. 3 ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങിയ ശേഷം 500 രൂപ പണമായി വാങ്ങുകയും പകരം ഗൂഗിൾ പേ വഴി ടിക്കറ്റിന്റെ ഉൾപ്പെടെ പണം അയച്ചതായി പറയുകയും ചെയ്തു. ഷൺമുഖൻ തന്റെ ഫോൺ പരിശോധിക്കുന്നതിനിടയിൽ യുവാക്കൾ ടിക്കറ്റും പണവുമായി കടന്നുകളഞ്ഞു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആക്സിസ് ബാങ്കിന്റെ പടിഞ്ഞാറെത്തി ആ സമയത്ത് 3 പേര് ബൈക്കിൽ വന്നുകൊണ്ട് അവിടെ വണ്ടി ചേട്ടാ ടിക്കറ്റ് കൊണ്ടുവന്നു. അതിൽ ചെറിയ പയ്യൻ 17 വയസ്സായിട്ടുള്ളൂ. അവിടെ നാട്ടു പറഞ്ഞ് പാലിയക്കര ടോൾ സമാന്തര പാതയായ മണലി മടവാക്കര റോഡ് നവീകരിച്ച് തുറന്നു നൽകി. മാസങ്ങളായി തകർന്ന സഞ്ചാരയോഗ്യമല്ലാതായി കിടന്ന റോഡ് KK രാമചന്ദ്രൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നവീകരിച്ചത്. ചാലക്കുടി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തൃശൂർ പാലക്കാട് ഭാഗത്തേക്ക് ടോൾ ഒഴിവാക്കി പോകാനുള്ള റോഡാണിത്. KK രാമചന്ദ്രൻ MLA റോഡ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, പഞ്ചായത്ത് അംഗം KV ഷാജു എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ കീഴിലുള്ള പാലിയേറ്റീവ് കെയർ രോഗികൾക്ക് ദുരിതമായി മാറുന്നതായി പരാതി. രോഗികളും കൂട്ടിരിപ്പുകാരും ചികിത്സയ്ക്കും മരുന്നിനുമായി നിരവധി തവണ കയറ്റം കയറി ഇറങ്ങേണ്ട അവസ്ഥയിൽ. MLA അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യം. വടക്കാഞ്ചേരിയിലെ പാലിയേറ്റീവ് കെയറിലെത്തുന്ന രോഗികൾക്ക് OP ടിക്കറ്റ് എടുക്കുന്നത് മുതൽ ദുരിതം തുടങ്ങുകയായി. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെയാണ് പാലിയേറ്റീവ് രോഗികൾക്കുള്ള OP പ്രവർത്തിക്കുന്നത്. ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്ന പാലിയേറ്റീവ് പരിചരണം നിലവിൽ 300 മീറ്ററോളം മാറി DEICക്ക് സമീപമുള്ള ഐസൊലേഷൻ വാർഡിലാണ് പ്രവർത്തിക്കുന്നത്. മെയ് 15 മുതലാണ് പാലിയേറ്റീവ് രോഗികൾക്കുള്ള ചികിത്സ ഇവിടേക്ക് മാറ്റിയത്. ഇതടക്കം 6ാമത്തെ പ്രാവശ്യമാണ് സ്ഥലം മാറുന്നത്. 300ഓളം രോഗികളാണ് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയറിനെ ആശ്രയിച്ചു കഴിയുന്നത്. ജില്ലാ ആശുപത്രിയിൽ നിന്നും OP ടിക്കറ്റ് എടുത്ത് 300 മീറ്ററോളം ആശുപത്രിക്ക് പുറകിലുള്ള കയറ്റം കയറി ഐസൊലേഷൻ വാർഡിലെത്തി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങണം. ചുരുക്കം ചില മരുന്നുകൾ ഒഴിച്ചാൽ മറ്റെല്ലാ മരുന്നുകളും ജില്ലാ ആശുപത്രിയിൽ തന്നെയാണ് വിതരണം ചെയ്യുന്നത്. മരുന്ന് വാങ്ങാൻ വീണ്ടും ജില്ലാ ആശുപത്രിയിലെത്തി അവിടെ നിന്ന് വീണ്ടും ഇവ ഉറപ്പുവരുത്താൻ ഡോക്ടർ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ തിരികെ എത്തണം. ഇത്തരത്തിൽ അതീവ പരിഗണന ലഭിക്കേണ്ട രോഗികൾ നേരിടുന്ന ദുരിതം ചെറുതല്ല. രോഗികൾക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരിടത്ത് തന്നെ ഒരുക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നാണ് രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ആവശ്യം. TCV ന്യൂസ്, വടക്കാഞ്ചേരി. പട്ടയങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അടിയന്തരമായി വിതരണം ചെയ്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ അറിയിച്ചു. പട്ടയം എത്തിയിട്ടും പട്ടയമേളയിലൂടെ മാത്രമേ ഇത് നൽകൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് ചെമ്പുകാവിലെ ബന്ധപ്പെട്ട ഓഫീസിൽ പോയി പട്ടയം തരണമെന്ന് ആവശ്യപ്പെടുമെന്നും ലഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും വെൽഫെയർ പാർട്ടി നേതാക്കൾ അറിയിച്ചു.
വാർത്താസമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി ഭൂസമര സമിതി സംസ്ഥാന കോർഡിനേറ്റർ കെ ഷാജഹാൻ, പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് സരസ്വതി വലപ്പാട്, ജില്ലാ സെക്രട്ടറി ടി.വി. ശിവശങ്കരൻ, ഭൂസമര സമിതി ജില്ലാ കോർഡിനേറ്റർ റഫീഖ് അത്താണി, ജില്ലാ കമ്മിറ്റി അംഗം ഷാജഹാൻ എടനാട് എന്നിവർ പങ്കെടുത്തു. ഇടവേള. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ദേശീയപാത നിർമ്മാണം പ്രദേശവാസികൾക്ക് സമ്മാനിക്കുന്ന ദുരിതത്തിന്റെ അടയാളമായി ഒരു ഗോവണി. ദേശീയപാത ശ്രീനാരായണപുരം പള്ളിനടയിലാണ് റോഡ് മുറിച്ചു കടക്കാൻ നാട്ടുകാർ മരഗോവണി ഉപയോഗിക്കേണ്ടി വന്നത്. നൂറുകണക്കിന് ആളുകൾ റോഡ് മുറിച്ചുകടക്കാൻ ഉപയോഗിക്കുന്നത് ശ്രീനാരായണപുരം പള്ളിനടയിലെ ഈ മരഗോവണിയാണ്. ദേശീയപാതയുടെ പടിഞ്ഞാറ് കിഴക്ക് പ്രദേശങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നത് ഈ ഗോവണിയാണിപ്പോൾ. ഇവിടുത്തെ യാത്രക്കാർ ഇപ്പം പുറത്ത് പോകുന്നത് അപ്പുറത്ത് സ്കൂള്, വില്ലേജ് ഓഫീസ്, അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസ്, ഒരു വലിയ മസ്ജിദ്, അതുപോലെ തന്നെ ഇപ്പം നാട്ടുകാർ ഇപ്പം ഈ കോണിയമ്മൽ കൂടി കയറിയാണ് അപ്പുറത്തേക്ക് പോകണത്. പിന്നെ ഈ റോഡ് ഫുള്ള് പണി ചെയ്യുമ്പോഴത്തേനും 1 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് വേണം യൂട്ടേൺ അടിച്ച് അങ്ങോട്ട് ബസ് കയറി പോകാൻ. വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഒരു കോണി വെച്ച് കയറുന്നുണ്ട്. ഭയങ്കര അപകടമാണത്. ഇതിലെ 1 വേ ബസ്സുകളും വണ്ടികളും ഇങ്ങനെ ചീഞ്ഞാറി പോകണം. അതുകൊണ്ട് ഇപ്പോൾ കോണി വെച്ച് പോകുന്നുണ്ട്. സ്കൂൾ പിള്ളേർ ഇവിടെ ഇറങ്ങിയിട്ട് പോകണം. ഹയർ സെക്കൻഡറി സ്കൂൾ, പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ആരാധനാലയങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവ പ്രവർത്തിക്കുന്നത് പള്ളിനടയിലെ പടിഞ്ഞാറ് ഭാഗത്താണ്. ഇവിടങ്ങളിൽ വന്നു പോകുന്നവർക്ക് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകണമെങ്കിൽ 1 കിലോമീറ്റർ ദൂരം ചുറ്റിക്കറങ്ങേണ്ടി വരും. ബസ്സുകളെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. ഈ പ്രശ്നം ഒഴിവാക്കുന്നതിനായാണ് നാട്ടുകാർ റോഡിൽ ഗോവണി വെച്ചത്. റോഡ് മുറിച്ചുകടക്കാൻ മാർഗമില്ലാത്ത വിധം വികസനം കടന്നുപോകുമ്പോൾ നാട്ടുകാർ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ ഗോവണി. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിൽ കാട്ടുപന്നികളുടെ ശല്യം വ്യാപകമാകുന്നു. ജനവാസ കേന്ദ്രങ്ങളിലെത്തുന്ന കാട്ടുപന്നികൾ നാട്ടുകാർക്ക് ഭീഷണിയായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം മേത്തലയിൽ കാട്ടുപന്നി വഴിയാത്രക്കാരിയായ കുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്നുള്ള വാഹന അപകടങ്ങളും പതിവാണ്. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് പന്നികളെ വെടിവെക്കാൻ ലൈസൻസ് ഉള്ളവരെ നിയോഗിക്കാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത് കമ്മിറ്റി. കൃഷി നശിപ്പിക്കലും ആക്രമണ ഭീഷണിയുമായി കാട്ടുപന്നികൾ വിലസുമ്പോൾ നാട്ടുകാർ ഭീതിയിലാണ്. തൃശൂരിൽ മാംഗോ ജ്യൂസ് പാക്കറ്റിൽ ഒച്ച്. മാ കമ്പനിയുടെ മാംഗോ ജ്യൂസ് പാക്കറ്റിലാണ് ഒച്ചിനെ കണ്ടെത്തിയത്. അയ്യന്തോളിലെ അബിൻ കൂൾ ഡ്രിങ്ക്സ് എന്ന കടയിൽ നിന്ന് വാങ്ങിയ ജ്യൂസ് പാക്കറ്റിലാണ് ചത്ത ഒച്ചിനെ കണ്ടെത്തിയത്. മനക്കുടി സ്വദേശി ഗോകുലാണ് ജ്യൂസ് വാങ്ങിയത്. അടിയന്തരാവസ്ഥ കാലത്തിന്റെ ഇരുണ്ട ഓർമ്മകൾക്ക് ഇന്ന് 50 വയസ്സ്. ജൂൺ 25 പ്രഖ്യാപിക്കപ്പെട്ട അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കറുത്ത അധ്യായമായി കണക്കാക്കപ്പെടുന്നു. ഭരണ നേതൃത്വത്തിന്റെ നിയമസാധുതയെ ഇളക്കിമറിച്ച രാഷ്ട്രീയ അശാന്തിയുടെയും ജുഡീഷ്യൽ സംഭവ വികാസങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 21 മാസത്തോളം നീണ്ടുനിന്ന ഈ കാലയളവിൽ പൗരാവകാശങ്ങൾ റദ്ദാക്കപ്പെടുകയും ജനാധിപത്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും പത്രമാധ്യമങ്ങളെ നിശബ്ദരാക്കുകയും ചെയ്തു. അവകാശങ്ങൾക്കായി വാദിച്ചവരെ കൽത്തുറങ്കിലടച്ച് ഭീകരമായ പീഡനത്തിനിരയാക്കി. രാജ്യമാകെ തടവറയായി ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ട 21 മാസം.
രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകതയാണ് ഓരോ അടിയന്തരാവസ്ഥ കാല വാർഷികവും ഓർമ്മപ്പെടുത്തുന്നത്. ന്യൂസ് ഡെസ്ക് TCV. കേരള കോൺഗ്രസ് കയ്പമംഗലം നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് അസീസ് പുഞ്ചപ്പാടത്ത് പാർട്ടി വിട്ടു. ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്നും വ്യതിചലിച്ച് നിലപാട് സ്വീകരിക്കുന്ന കേരള കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് രാജിവെക്കുന്നതെന്ന് അസീസ് പറഞ്ഞു. പ്രവർത്തകരുടെ വികാരത്തിന് വില കൽപ്പിക്കാത്ത നേതൃത്വം പാർട്ടിയെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച താന്യം പഞ്ചായത്തിലെ ശാന്തി തീരം പൊതുശ്മശാനത്തിന്റെ പ്രവർത്തനം നിലച്ചു. ഭരണസമിതിയുടെ നിരുത്തരവാദപരമായ സമീപനം മൂലമെന്ന ആരോപണം. പ്രതിഷേധവുമായി BJP. 2018 താന്യം പഞ്ചായത്തിൽ പൈനൂരിൽ പ്രവർത്തനമാരംഭിച്ച പൊതുശ്മശാനം പലവിധ കാരണങ്ങളാൽ പലപ്പോഴും പ്രവർത്തനരഹിതമാണെന്ന് ആരോപണം. ഇതുമൂലം വളരെ ചുരുങ്ങിയ സ്ഥലപരിമിതിക്കുള്ളിൽ താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഏക ആശ്രയം ഈ ശ്മശാനമാണ്. എന്നാൽ ശ്മശാനത്തിന്റെ അപാകത മൂലം മറ്റു പഞ്ചായത്തുകളിലെ ശ്മശാനം തേടി പോകേണ്ട അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളതെന്ന് ഇവർ പറയുന്നു. മഴക്കാലത്തും ശ്മശാനത്തിന്റെ പ്രവർത്തനം തടസ്സമില്ലാതെ നടത്തിക്കൊണ്ടുപോവാൻ 2024-25 വർഷത്തെ പഞ്ചായത്ത് ബഡ്ജറ്റിൽ 24 ലക്ഷം രൂപ കൂടി വകയിരുത്തി വർഷകാലത്തും ഉപയോഗിക്കാവുന്ന രീതിയിൽ പുതിയൊരു കെട്ടിടവും പണിതീർത്തിരുന്നു. എന്നാൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലെ അപാകത മൂലം മഴ ശക്തമായതോടെ ഉൾഭാഗത്ത് വരെ വെള്ളം കയറുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഇതോടെ ലക്ഷങ്ങൾ ചിലവാക്കി പണിത പൊതുശ്മശാനം നാശത്തിന്റെ വക്കിലാണ്. ശ്മശാനം പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഇനിയും ലക്ഷങ്ങൾ വേണ്ടിവരും. ഹരിതകർമ്മസേനയ്ക്കായി വാങ്ങിയ വാഹനവും സ്വന്തം സ്ഥലത്ത് സൂക്ഷിക്കാതെ ശ്മശാന കെട്ടിടത്തിൽ കൊണ്ടിട്ടതിനാൽ വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ്. ലക്ഷങ്ങൾ ചെലവാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ നിർമ്മാണങ്ങൾ നടത്തുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ നിരുത്തരവാദപരമായ സമീപനം മാറ്റണമെന്നും ശ്മശാനം ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ സ്ഥിരമായി പ്രവർത്തിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും BJP താന്യം പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുനിൽ പറമ്പത്ത്, പ്രസിഡന്റ് വിനോബ് VV, വൈസ് പ്രസിഡന്റ് രാധിക CR, സെക്രട്ടറിമാരായ ഉണ്ണികൃഷ്ണൻ കാരയിൽ, കവിത ഷൺമുഖൻ, G ജയശങ്കർ എന്നിവർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, തൃപ്രയാർ. കരുവന്നൂർ ബാങ്ക് സഹകാരികളോട് ക്രൂര സമീപനം തുടരുകയാണെന്നാരോപിച്ച് കേരള കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. കരുവന്നൂർ ബാങ്ക് പരിസരത്ത് നടന്ന ധർണ ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് റോക്കി ആളൂക്കാരൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വൈസ് ചെയർമാൻ MP പോളി, ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, സേതുമാധവൻ പറയംവളപ്പിൽ, സിജോയ് തോമസ് എന്നിവർ സംസാരിച്ചു. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്ന മുദ്രാവാക്യമുയർത്തി കേരള പ്രവാസി സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി യുദ്ധവിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. കേരള പ്രവാസി സംഘം ജനറൽ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KV അഷ്റഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി MK ശശീധരൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VR സുരേഷ് ചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ LB മോഹനൻ, സുലേഖ ജമാൽ എന്നിവർ സംസാരിച്ചു. ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. ശാസ്താവിന് 108 കരിക്കഭിഷേകത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പ്രതിഷ്ഠാദിനത്തിന് മുന്നോടിയായുള്ള 23ാമത് ശ്രീ ശാസ്താ സംഗീതോത്സവം കർണാടക സംഗീതജ്ഞൻ A. അനന്തപത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. മേളപ്രമാണി പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ അധ്യക്ഷത വഹിച്ചു. വിവിധ മത്സര പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ഉപഹാരം സമ്മാനിച്ചു. ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് A. കുമാരൻ, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ U. അനിൽകുമാർ, സമിതി ജോയിന്റ് സെക്രട്ടറി K. സജീവ്, പ്രസിഡന്റ് M. മനോജ് എന്നിവർ സംസാരിച്ചു. ടാറിംഗ് നടത്തിയിട്ട് 4 വർഷം പിന്നിട്ടു. കുണ്ടും കുഴിയും നിറഞ്ഞ് അളഗപ്പ നഗർ പഞ്ചായത്തിലെ കരുവാപ്പടി പൂക്കോട് റോഡ്. അളഗപ്പ നഗർ പഞ്ചായത്തിലെ കരുവാപ്പടി പൂക്കോട് റോഡിൽ 2 കിലോമീറ്ററോളം സഞ്ചരിക്കണമെങ്കിൽ അപകടങ്ങൾ മുന്നിൽ കാണണം. തകർന്നടിഞ്ഞ റോഡിലൂടെ വർഷങ്ങളായി ദുരിതയാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ മഴ ശക്തമായതോടെ വെള്ളക്കെട്ടും രൂക്ഷമായി. 4 വർഷം മുൻപാണ് റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തിയത്. പിന്നീട് റോഡിന്റെ ഓരോ ഭാഗങ്ങൾ തകർന്ന് തുടങ്ങിയെങ്കിലും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല. സ്വകാര്യ ബസ്സുകളും നിരവധി സ്കൂൾ വാഹനങ്ങളും കടന്നുപോകുന്ന റോഡിൽ അപകടങ്ങൾ പതിയിരിക്കുന്ന തരത്തിലാണ് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. വശങ്ങളിലെ ടാറിംഗ് അടർന്നു പോയതോടെ ഒരേ സമയം 2 വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്.
കയറ്റമുള്ള ഭാഗങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതെ കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വഴിയാത്രക്കാരും ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത്. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. കരുവാപ്പടി പൂക്കോട് റോഡ് കാൽനടക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തകർന്നിരിക്കുകയാണ്. നിരവധി സ്കൂൾ ബസ്സുകൾ, അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകൾ, മറ്റു ചെറുവാഹനങ്ങൾ, നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന മെയിൻ റോഡാണ്. ഒരു ഓട്ടോ വരെ വിളിച്ചാൽ വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് റോഡ് തകർന്നിരിക്കുന്നത്. TCV ന്യൂസ്, പുതുക്കാട്. തൃശൂർ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകനായിരുന്ന AK വിജയൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് MB ബാബു അധ്യക്ഷനായിരുന്നു. CPI നേതാവ് KP രാജേന്ദ്രൻ, BJP നേതാവ് MS സമ്പൂർണ്ണ, സീനിയർ ജേർണലിസ്റ്റ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് അലക്സാണ്ടർ സാം, മുതിർന്ന മാധ്യമ പ്രവർത്തകരായ MP സുരേന്ദ്രൻ, ജോയ് M മണ്ണൂർ, VM രാധാകൃഷ്ണൻ, N ശ്രീകുമാർ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മാതൃഭൂമി സീനിയർ റിപ്പോർട്ടറായിരുന്ന AK വിജയൻ തൃശൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ്, സെക്രട്ടറി, സംസ്ഥാന സമിതി അംഗം, സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിന്റെ സ്ഥാപകാംഗം തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മണലൂർ തുള്ളൽ കളരിയുടെ മലബാർ രാമൻ നായർ സ്മാരക പുരസ്കാരം കരിവള്ളൂർ രത്നകുമാറിനും കലാമണ്ഡലം ഗോവിന്ദൻകുട്ടി സ്മൃതി പുരസ്കാരം അനീഷ് മണ്ണാർക്കാടിനും സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് ഗുരുവായൂരിൽ നടക്കുന്ന ചടങ്ങിൽ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി പുരസ്കാരങ്ങൾ സമ്മാനിക്കും. യോഗ ആചാര്യ സംഗീത R കുറുപ്പ്, പൈതൃകം നിർവാഹ സമിതി അംഗം K സതീഷ് ബാബു എന്നിവരെ ആദരിക്കും. ഭാരവാഹികളായ മണലൂർ ഗോപിനാഥ്, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മധു K നായർ, KK വേലായുധൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാണിജ്യം. ഹൃദയപരിചരണ രംഗത്തെ മികവിന്റെ പര്യായമായ കൊടുങ്ങല്ലൂർ മെട്രോമെഡ് AR ആശുപത്രിയിൽ 41 വയസ്സുള്ള രോഗിയിൽ ഹൃദയം തുറന്നുള്ള ബൈപ്പാസ് ശസ്ത്രക്രിയ വിജയകരമായി നടത്തി. 2021 കോഴിക്കോട് മെട്രോമെഡ് കാർഡിയാക് സെന്ററും കൊടുങ്ങല്ലൂർ AR ആശുപത്രിയും ഒന്നിച്ചാണ് AR മെട്രോമെഡ് കാർഡിയാക് സെന്റർ എന്ന സ്ഥാപനം ആരംഭിച്ചത്. ഹൃദ്രോഗ ചികിത്സാ രംഗത്ത് ലോകത്തിലെ ലഭ്യമായ ഏറ്റവും നൂതനമായ ചികിത്സാ രീതികൾ അവലംബിക്കുന്ന ഈ സെന്ററിൽ പൂർണ്ണസജ്ജമായ കാർഡിയോ തൊറാസിക് വിഭാഗം ഉടൻ പ്രവർത്തനം ആരംഭിക്കും. 100 കിലോമീറ്റർ ചുറ്റളവിലുള്ള ജനനിബിഡമായ ഒരു പ്രദേശത്തിന്റെ മികച്ച ആരോഗ്യ പരിപാലന കേന്ദ്രവും ആശ്രയവുമായി മാറുകയാണ് AR. ഏകദേശം 10,000-ഓളം ആൻജിയോഗ്രാമും 3,500-ലധികം ആൻജിയോപ്ലാസ്റ്റിയും കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ ഈ സെന്ററിൽ നടത്താൻ സാധിച്ചു. ഡോക്ടർ C മുഹമ്മദ് അഷ്റഫും ഡോക്ടർ PP മുഹമ്മദ് മുസ്തഫയുമാണ് ഈ 2 ലോക പ്രശസ്ത സ്ഥാപനങ്ങളുടെ സാരഥികൾ. 30 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള ഏറ്റവും പ്രശസ്തനായ ഡോക്ടർ പ്രദീപ് ചന്ദിന്റെയും കാർഡിയാക് അനസ്തെറ്റിസ്റ്റ് ഡോക്ടർ S ലക്ഷ്മിയുടെയും സേവനം 24 മണിക്കൂറും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഹൃദയ ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ ചികിത്സയും ഒരു കുടക്കീഴിൽ മികവിന്റെ പര്യായമായി ഈ സെന്ററിൽ ലഭ്യമാണ്. വാർത്താസമ്മേളനത്തിൽ കൊടുങ്ങല്ലൂർ AR ആശുപത്രി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ C മുഹമ്മദ് അഷ്റഫ്, മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയക് സെന്റർ ജനറൽ മാനേജർ ഗിരിജൻ മേനോൻ, ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗം മേധാവി ഡോക്ടർ പ്രദീപ് ചന്ദ്, സീനിയർ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ A സമീൽ, കാർഡിയോളജിസ്റ്റ് ഡോക്ടർ വിദ്യാസാഗർ, കാർഡിയാക് അനസ്തെറ്റിസ്റ്റ് ഡോക്ടർ S ലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,070 രൂപ, പവന് 72,560 രൂപ. വെള്ളി ഗ്രാമിന് 117 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4,440 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ പരക്കെ മഴ തുടരുമെന്ന മുന്നറിയിപ്പ്. കനത്ത കാറ്റിലും മഴയിലും ചെറുതുരുത്തി മേഖലയിൽ വ്യാപക നാശനഷ്ടം. കാർളം ചെമ്മണ്ടയിൽ ശുചിമുറിയുടെ ചുമറിടിഞ്ഞു വീണ് യുവാവ് മരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്കിലേക്ക്. വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്ന് ബസ് ഉടമകൾ. ചാവക്കാട് മഴിക്കോട് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ലംഘിച്ച യാനങ്ങൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടികൂടി. പിഴ ഈടാക്കി പരിശോധന കർശനമാക്കുമെന്ന് അധികൃതർ.
തൃശൂർ കുന്നംകുളം റൂട്ടിൽ പുഴയ്ക്കലിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് തുടരുന്നു. ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്ന് ആവശ്യം. കേരള കാർഷിക സർവകലാശാലയിലെ 5000-ഓളം വരുന്ന പെൻഷനേഴ്സിന് 4 വർഷത്തെ കുടിശ്ശിക നൽകാനുണ്ടെന്ന പരാതി. തുക സർക്കാർ വകമാറ്റി ചെലവഴിച്ചതായി ആക്ഷേപം. മന്ത്രവാദത്തിന്റെ മറവിൽ യുവതിയെ ബോധം കെടുത്തി പീഡിപ്പിച്ച സംഭവത്തിൽ അറബിക് ജ്യോതിഷി അറസ്റ്റിൽ. എഴുത്താണിയിൽ താമസിക്കുന്ന ഒറ്റപ്പാലം സ്വദേശി പാലക്കിപ്പറമ്പിൽ യൂസഫ് അലിയെയാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.